കെ രമയെ ആക്രമിച്ചു എന്ന പ്രചരണം നുണയാണെന്ന് സംഭവം നടന്ന വീട്ടിലെ പെൺകുട്ടി നീതു. വോട്ട് ചോദിച്ചെത്തിയ രമയോട് വോട്ട് ചെയ്യില്ലെന്ന് താൻ പറഞ്ഞപ്പോൾ RMB പ്രവർത്തകരാണ് വീട്ടിൽ അക്രമം നടത്തിയതെന്നും നീതു പീപ്പിൾ ടിവിയോട് പറഞ്ഞു. രമയെ ആരും ആക്രമിച്ചിട്ടില്ലെന്നും രമയുടെ കൂടെ വന്നയാൾ തന്നെ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നും നീതു പറഞ്ഞു. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ താൻ ഏകയായിരുന്നുവെന്നും നീതു വെളിപ്പെടുത്തുന്നു. ഇവിടെ സംഭവം ഫസ്റ്റ് തുടക്കം എന്താണെന്ന് വെച്ചാൽ രമചേച്ചി 2 കൂട്ടരും കൂടി വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ചതാണ്. അപ്പോൾ വോട്ട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ വീട്ടിലെല്ലാവരും CPMൻ്റെ ആൾക്കാരാണ്, അതുകൊണ്ട് ഇവിടുന്ന് വോട്ട് കിട്ടൂല. പോലീസ് പറഞ്ഞേ വോട്ട് കിട്ടൂല, ഓക്കെ ചോദിക്കേണ്ട അവകാശം ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അതും പറഞ്ഞ പോലെ അങ്ങ് പോയി പകുതി എത്തിയ സ്റ്റെപ്പ് കീയുന്ന സൈഡിൽ നിന്ന് തന്നെ എൻ്റെ വീട്ടിലൊരു ചെടിച്ചട്ടി എറിഞ്ഞ് പൊട്ടിച്ചതാണ്, അതായത് തള്ളിയിട്ട്. അപ്പോൾ അത് ഞാൻ ചോദിക്കുകയും ചെയ്യുന്നത്, അതാണ് മെയിനായിട്ട് ഇവിടെ പ്രശ്നം വന്നത്. ആ ചെടിച്ചട്ടി പൊട്ടിച്ച സമയത്ത് ഞാൻ ചോദിക്കാൻ വന്നത് അവളുടെ അടുത്ത്. അപ്പോൾ ഒരു വളരെ മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. പിന്നെ എന്ന് വെച്ചാൽ അതാണ് ഇവിടെ മെയിനായിട്ട് ഈ പ്രശ്നം വരാനുള്ള കാരണം. അതിന് ശേഷം ഞാൻ പിന്നെ വീട്ടിൻ്റെ കുറച്ച് അങ്ങോട്ട് ഒരു ബഹളം കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നതാണ്. അപ്പം അങ്ങോട്ട് ചെന്നപ്പോൾ രമചേച്ചി പിന്നെ അവിടെ വെച്ചാൽ വാക്ക് തിരക്കായപ്പോൾ അവിടുന്ന് ഒരാൾ ഭയങ്കര എന്താ പറയണ്ട മോശമായ രീതിയിൽ എന്നോട് സംസാരിക്കാൻ വന്നേ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വളരെ അപ്പോൾ അതിലൊരാൾ എന്നോട് പറഞ്ഞേ ഞങ്ങൾ മാന്യമായ രീതിയിൽ ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നേന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ആൾക്കാർ മാന്യമായ രീതിയിൽ വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ വളരെ മോശമായ രീതിയിലാണ് ഓല് സംസാരിച്ച് വിട്ടത്. അപ്പോൾ ഇത് രമചേച്ചി കേട്ട് ഞാനീ പറഞ്ഞത്. രമചേച്ചി പച്ച തോന്നിയത്തിലാണ് എന്നോട് സംസാരിച്ചത്. നായിൻ്റെ മോളെ വാക്കുകൾ സൂക്ഷിച്ചും കണ്ട് സംസാരിക്കണമെന്ന്. പ്രായത്തിൻ്റെ മൂത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ അതിന് രമചേച്ചിക്ക് മറുപടി കൊടുത്തിട്ടില്ല. ഓരോട് ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല. എൻ്റെ അതേ സെയിം ഏജിലുള്ളൊരു കുട്ടിയായിട്ടാണ് ഞാൻ വാക്കുകാർക്ക് ഉണ്ടായത്. പിന്നെ ഓള് ഭീഷണി സ്വരത്തിൽ പല വർത്തമാനങ്ങൾ എന്നോട് പറഞ്ഞു. അതിനിടക്ക് അവിടെ ഓല കൂടെ വന്ന 2-3 ഏട്ടന്മാരുണ്ട്, അതായത് സച്ചിനും പിന്നെ അതുപോലെ ഷനോജ് പിന്നെ വേറൊരു ഏട്ടനും കൂടിയുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് പേര് ഓർമ്മയില്ല. പോല് മനോജ് എന്നാന്ന് തോന്നുന്നു പേര്. മനോജ് ഓല് വന്നിട്ട് എന്നോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കും. ഒരു പെൺകുട്ടിയോട് എത്രത്തോളം മോശമായ രീതിയിൽ സംസാരിക്കാൻ പറ്റുക ആ രീതിയിൽ അവർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കൈകൊണ്ട് എൻ്റെ ദേഹത്ത് ഉന്തിയിടുകയും ചെയ്യിക്കാൻ, അതായത് തള്ളിയിടുകയും ചെയ്തിക്കേ. അപ്പോൾ അതാണ് ഇവിടെ സച്ചിനാണ് എൻ്റെ ദേഹത്തേക്ക് തള്ളിയിട്ടത് തന്നെ, എന്നെ ശരീരത്തെ തൊട്ടത് അയാളാണ്. അങ്ങനെ അതാണ് ഇവിടെ പ്രശ്നത്തിന്. അതിന് ശേഷമാണ് ഇവിടെയുള്ള ആൾക്കാർ ഓലെ മേലിൽ ചോദ്യം ചെയ്യുക. ഓല് കയ്യേറ്റമൊന്നും നടത്തിയില്ല, വളരെ മാന്യമായ രീതിയിലാണ് സംസാരിച്ചത്. അവിടുന്ന് രമചേച്ചിൻ്റെ ആൾക്കാരാണ് കയ്യേറ്റത്തിന് മുതിർന്നത്. കെ രമ തന്നെ നായിൻ്റെ മോളെ എന്ന് വിളിച്ചുവെന്നും നീതു ഈ ദൃശ്യം താൻ മൊബൈലിൽ പകർത്തി. നീതുവിൻ്റെ ആ വാക്കുകൾ കൂടി കേൾക്കും. ഈ രമചേച്ചി എന്നെ വിളിച്ച് തോന്നിയാസോ ഞാൻ അപ്പം സമയത്ത് ഈ പ്രശ്നം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൽ. രമചേച്ചി വിളിച്ചത് ഈ വീഡിയോ എൻ്റെ ഫോണിലുണ്ട്, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കിത് തെളിവായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു സ്ഥാനത്ത് ഒരിക്കലും അങ്ങനെ ഒരു ഇത് പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു വോട്ട് ചോദിച്ച് ഒരു പറയുന്നുണ്ട് മാന്യമായ രീതിയിൽ വോട്ട് ചോദിച്ച് വന്നതാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഒരിക്കലും ഒരു എന്താ പറയണ്ടേ ഓരോ മോളെ പോലെയല്ല ഒന്നുമില്ലേ, എൻ്റെ മോക്ക് ഏകദേശം എന്നാൽ പിന്നെ എൻ്റെ പ്രായം ഉണ്ടാവുമല്ലോ, ഈ ഒരു ബഹുമാനം ഒരു കാണിക്കണേനു. ഒരു പച്ച തോന്നിയാൽ ഇങ്ങനെ ഒരു വാക്കൊരു പറയാൻ പാടില്ലേനു. നാൻ്റെ മോളെ എന്നൊക്കെ ഒരു കുട്ടീനോട് ഇങ്ങനെ പറയാന്ന് വെച്ചിങ്ങനെ വളരെ ക്രൂരമായൊരു വർത്താനായിപ്പോയി ഒരു പറഞ്ഞത്. നീതു മൊബൈൽ ഫോണിൽ പകർത്തിയ രമയുടെ അസഭ്യപ്രയോഗത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TV ഇതാ പുറത്തുവിടുന്നു. ദൃശ്യങ്ങളിലേക്ക്. തീർച്ചയായും മൊബൈൽ ഫോണിൽ നീതു പകർത്തിയ ബഹളത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് രമയുടെ അസഭ്യം വിളിയുടെ ഭാഗം പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി ഞങ്ങളിതാ ആവർത്തിക്കുന്നു. തീർച്ചയായും ഇതിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുന്നു. PV കുട്ടൻ,
കെ രമ തന്നെ ആക്രമിച്ചു എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ സംഭവ വികാസങ്ങൾ ദൃശ്യങ്ങളുടെ പിൻബലത്തോടുകൂടി പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. അത് പീപ്പിൾ ടിവി ഇതാ പുറത്തുവിട്ടു. അസഭ്യം ചൊരിഞ്ഞതും അക്രമം നടത്തിയതും കെ രമയുടെ ഭാഗത്തു നിന്നാണെന്ന് നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ പരസ്യമായി പറയുകയും ചെയ്തു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജിംഷാദ്, തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഈ സഹതാപ തരംഗം പിടിച്ചുപറ്റുന്നതിന് വേണ്ടി RMP നടത്തിയ ഒരു നാടകമാണ് എന്ന് ഇന്നലത്തെ സംഭവത്തെക്കുറിച്ച് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് സംഭവം ഇതിന് മറ്റൊരു ഭാഗമുണ്ട് എന്നും ആ ഭാഗത്തിൻ്റെ ആൾക്കാർ പീപ്പിൾ ടിവിയോട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് വടകരയിലെ തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രത്തിനടുത്തുള്ള വീടുകളിൽ വോട്ട് ചോദിച്ചുകൊണ്ട് RMP സ്ഥാനാർത്ഥി കെ രമയും RMP പ്രവർത്തകരും വീടുകളിലെത്തിയത്. സ്വാഭാവികമായും അവിടെ CPIMന്റെ ഒരു ശക്തി കേന്ദ്രമായ വീടുകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അവിടെയാണ് നീതുവിൻ്റെ വീട്. നീതുവിൻ്റെ വീട്ടിൽ കയറി കെ രമ നേരത്തെ നീതു പറഞ്ഞതുപോലെ തന്നെ വോട്ട് അഭ്യർത്ഥിച്ചു. അപ്പോൾ നീതു നിലപാട് വ്യക്തമാക്കി. അവിടെ നിന്നും നീതുവിനെ പരിഹാസ രൂപത്തിൽ സംസാരിച്ചുകൊണ്ടാണ് RMP പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് നീതുവിൻ്റെ വീട്ടിലൊരു ചെടിച്ചട്ടി തകർത്തുവെന്ന് നീതു പറയുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ ചെടിച്ചട്ടി തകർത്ത ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ചോദ്യം ചെയ്തപ്പോഴാണ് വീണ്ടും നീതുവിന് നേരെ RMP പ്രവർത്തകർ തട്ടിക്കയറിയതും പിന്നീട് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായതും. ആ ഘട്ടത്തിലാണ് നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു പൊതുപ്രവർത്തക അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു സ്ത്രീ തൻ്റെ മകളുടെ മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയോട് പറഞ്ഞ സംഭാഷണം നാം കേട്ടതാണ്. നായിൻ്റെ മോളെ നടക്കമുള്ള നമുക്ക് പൊതു രംഗത്ത് അല്ലെങ്കിൽ ഇത്തരം ഒരു വേദിയിലോ നമുക്ക് പറയാൻ പോലും പറ്റാത്ത പറയാൻ പാടില്ലാത്ത ഒരു വാക്കുപയോഗിച്ചുകൊണ്ടാണ് ഈ കുട്ടിയോട് കെ രമ സംസാരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് നാട്ടുകാർ ഈ വിഷയങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അല്ലാതെ നമുക്കറിയാം, അതിനു മുമ്പും ഇന്നലെ അടക്കം വൈകുന്നേരങ്ങളിൽ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ നാം കണ്ടതാണ്. ഈ വാക്കേറ്റത്തിൻ്റെ ദൃശ്യങ്ങൾ. അതിൽ കെ രമയുടെ ദേഹത്ത് പോലും തൊടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതിനുശേഷം 12 മണിക്ക് ഈ സംഭവം നടന്നു. അതിനുശേഷമാണ് കൃത്യമായി ഇതിനകത്തുള്ള ഗൂഢാലോചന നടക്കുന്നത്. 12 മണിക്ക് ഈ സംഭവം നടന്ന ഉടനെ സ്വാഭാവികം അവിടുന്ന് ഒരു സാധാരണ വാക്കേറ്റം എന്ന രീതിയിൽ പിരിഞ്ഞുപോയി. പിന്നീടാണ് ഇത് വലിയ വാർത്തയായി മാറുകയും കെ രമ വടകര സർക്കാർ ആശുപത്രിയിലേക്ക് 1:40 എത്തുന്നു. 12 മണിക്കാണ് സംഭവം കഴിഞ്ഞത്. 1.5 മണിക്കൂറിലധികം നേരം കഴിഞ്ഞിട്ടാണ് രമ ആശുപത്രിയിലെത്തുന്നത്. അവിടെ ഒബ്സർവേഷനിൽ കിടത്തി യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രമയെ പറഞ്ഞു വിടുന്നു, അല്ലെങ്കിൽ രമ അവിടെ നിന്നും ഇറങ്ങി വരുന്നു. പിന്നീടാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ രമയെ ആക്രമിച്ചു എന്ന രീതിയിൽ വാർത്താസമ്മേളനം നടത്തി. നേരത്തെ നടത്തായിരുന്ന വാർത്താസമ്മേളനം പിന്നീട് വൈകിച്ച് ഇതിനു വേണ്ടി മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, രമയുടെ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും വാർത്താസമ്മേളനം നടത്തിയത്. ഈ വാർത്താസമ്മേളനത്തിന് ശേഷം ഏതാണ്ട് 3:30 രമ വീണ്ടും ആശുപത്രിയിലേക്ക് എത്തുകയും അവിടെ അഡ്മിറ്റ് ആവുകയും ചെയ്യുകയായിരുന്നു. വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ, അതായത് ഏതാണ്ട് എല്ലാ UDF നേതാക്കളുടെയും പ്രതികരണം വന്നതിന് ശേഷം രമ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ജിംഷാദ്, തീർച്ചയായും PV കുട്ടൻ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട സമഗ്രതയിലേക്ക് തന്നെ പോകുമ്പോൾ ഒരുപക്ഷെ RMP പ്രവർത്തകരാണ് അക്രമത്തിന് തുടക്കമിട്ടത് അല്ലെങ്കിൽ ആക്രമണം നടത്തിയത് എന്നുള്ളത് ആ പെൺകുട്ടിയാണ് നിഷ്കളങ്കമായ വാക്കിൽ പറയുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ല, സാധാരണ പെൺകുട്ടി. ഒപ്പം രമ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു. പല പത്രങ്ങളോടും രമ പറഞ്ഞത് പല കാര്യങ്ങളാണ്. ഒരിടത്ത് 52 വെട്ട് എന്ന് പറഞ്ഞാണ് അവർ ആക്രമിച്ചതെന്ന് പറഞ്ഞു. മറ്റൊരിടത്ത് 101 വെട്ട് എന്നാണ് പറഞ്ഞതെന്ന് അവർ പറയുന്നു. 2 പത്രങ്ങളിൽ 2 രീതിയിലാണ് ഇന്ന് വന്നത്. അതൊരു വൈരുദ്ധ്യം. രണ്ട് തീർച്ചയായും ഇപ്പോൾ എളമരം കരീം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എളമരം കരീം, കെ രമ പ്രചരിപ്പിച്ചത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായ പ്രചരണമാണ് എന്ന് ബോധ്യമാകുന്ന ദൃശ്യങ്ങളാണ് പീപ്പിൾ ടിവി ഇതാ പുറത്തുവിടുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ സംഭവ വികാസങ്ങളെ? ഇന്നലത്തേത് ഒരു ശരിയായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അവർക്ക് യാതൊരു പരിക്കും പറ്റിയിരുന്നില്ല. അവർ ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ചികിത്സിക്കേണ്ട കാര്യമില്ല, പരിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. പിന്നെ ഒരു 1.5 മണിക്കൂറിന് ശേഷം തലചുറ്റലുണ്ടായി എന്ന് വീണ്ടും ആശുപത്രിയിൽ വന്ന് കിടന്നതിന് ശേഷമാണ് മർദ്ദനത്തിൽ പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞ വാർത്തകളും വിഷ്വൽസും ഒക്കെ പുറത്തുവിടുന്നത്. മാത്രമല്ല, ഈ കള്ളക്കഥ കെട്ടിയുണ്ടാക്കി പ്രചരണം വന്ന ഉടനെ മുഖ്യമന്ത്രി മുതൽ UDFന്റെ ഉന്നത നേതാക്കൾ എല്ലാം പ്രസ്താവന പുറപ്പെടുവിക്കുകയാണ്. അപ്പൊ അവരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു നാടകമായിരുന്നു ഇത് എന്നത് ആ നാട്ടിൽ മുഴുവൻ ഇപ്പൊ അങ്ങാടിപ്പാട്ടാണ്. ആ നാട്ടിൽ എല്ലാവർക്കും അത് ബോധ്യമായിരിക്കുക. അവര് ഈ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തതിന് ശേഷം
എല്ലാ വീടുകളിലും കയറുന്നുണ്ട്. ഒരു പ്രതിരോധം ഉണ്ടായിട്ടില്ല. അവരെ പ്രതിരോധിക്കേണ്ട ഒരു കാര്യം LDF ഇല്ല. അവരുടെ സ്ഥാനാർത്ഥിത്വം LDF ഒരു ഭീഷണിയേ അല്ല. ഈ സാഹചര്യത്തിൽ ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ UDF വളരെ ബോധമുണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാണിത്. നേരത്തെ മുതൽ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒരു സംഘം കോൺഗ്രസുകാരും ഇവരെ സപ്പോർട്ട് ചെയ്ത് നടക്കുക. ഇവരുടെ സഹായത്തോടുകൂടിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചത്. അതുകൊണ്ട് ഈ രമയെ സഹായിക്കേണ്ട ധാർമ്മിക ബാധ്യത അവർക്ക് എല്ലാവർക്കും ഉണ്ട്. ആ അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് ഈ കള്ളപ്രചരണം. തീർച്ചയായും ശ്രീ എളമരം കരീം, നമുക്ക് പരിശോധിക്കാം അതിലെ വൈരുദ്ധ്യങ്ങൾ. ഒരുപക്ഷെ ഈ ചിത്രം, ഇതിലെ വാക്കുകൾ, ഒപ്പം ഒരു പെൺകുട്ടി, അവർ പൊതുപ്രവർത്തകയല്ല, അവർ രാഷ്ട്രീയ പ്രവർത്തകയല്ല, മറിച്ച് ഒരു വീട്ടിലെ സാധാരണ പെൺകുട്ടി, അവൾ നിഷ്കളങ്കമായി കാര്യങ്ങൾ പറയുന്നതാണ് പീപ്പിൾ TVയുടെ ക്യാമറയ്ക്ക് മുന്നിൽ. പിന്നീട് അവൾ പകർത്തിയ മൊബൈൽ ഫോണിൻ്റെ ദൃശ്യങ്ങളും ഞങ്ങൾക്ക് വ്യക്തമായി. ആവർത്തിച്ച് ഞങ്ങൾ പരിശോധിച്ചു. ഈ ഘട്ടത്തിലാണ് തീർച്ചയായും ഇത് കള്ളക്കഥയാണെന്ന് ബോധ്യമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി പിന്നിലേക്ക് പോയി നമുക്ക് കാര്യങ്ങൾ പരിശോധിക്കാം. ഇന്നലെ രമ പറഞ്ഞതിൽ തന്നെ പല വൈരുദ്ധ്യങ്ങളുണ്ട്. പല പത്രങ്ങളോട്, പല മാധ്യമങ്ങളോട് രമ പല രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ആക്രമിക്കുന്നവർ പറഞ്ഞു, ഒരു പത്രത്തിൽ പറഞ്ഞത് 101 വെട്ട് എന്ന്. ആക്രമിക്കുന്നവർ പറഞ്ഞു, മറ്റൊരു പത്രത്തിൽ പറഞ്ഞത് 51 വെട്ട് എന്ന്. ഇങ്ങനെ പല വിധത്തിലാണ്. അതൊരു വൈരുദ്ധ്യം. 2, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ദീർഘിപ്പിച്ചത്. 12:30-ക്ക് പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനം നിഗൂഢമായ രീതിയിൽ ദീർഘിപ്പിക്കുന്നു 2:30-ക്ക് ശേഷം. അതിനുശേഷം 2 തവണ ആശുപത്രിയിലേക്ക് രമ പോയി വന്ന് എത്തുന്നു. ഇതിനിടയ്ക്ക് രമ പ്രചരണവും നടത്തുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കണമോ എളമരം? അതെ, തീർച്ചയായിട്ടും ഇത് ഒരു തിരക്കഥ UDF നേതൃത്വത്തിന്റെ അറിവോടുകൂടി സംഘടിപ്പിച്ചെടുത്തതാണ്. ഈ RMP രൂപീകരണത്തിന് ശേഷം UDFന്റെ കയ്യിൽ ഒരു ആയുധമാണ് RMP. എല്ലാ കാലത്തും, തെരഞ്ഞെടുപ്പ് കാലത്തും അവരങ്ങനെ തന്നെയാണ്. RMPയുടെ വോട്ട് മറിച്ചു കൊടുത്തിട്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ 2 തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFും RMPയും ചേർന്നാണ് മത്സരിച്ച് അവിടെ ഒഞ്ചിയം പഞ്ചായത്തിൽ ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് ഭരണത്തിലേക്ക് എത്തുന്നത്. പരസ്യമായി കോൺഗ്രസിന്റെ പിന്തുണ നേടിക്കൊണ്ടാണ് അവരെത്തുന്നത്. പഴയ പറഞ്ഞ ആദർശവും എല്ലാ രാഷ്ട്രീയ നിലപാടുകളും അവർ ഉപേക്ഷിച്ചു. അവരുടെ മുഖ്യ ശത്രു CPIM മാത്രമാണ്. CPIMനെതിരായി ദുഷ്പ്രചാരവേല നടത്താൻ എത്രത്തോളം തരം താഴാവോ അതിൽ അപ്പുറം അവർ പോയി എന്നാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, CPMന് ഇവർക്ക് നേരെ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കാൻ കൽപ്പിച്ചൂട്ടി പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആലോചന ഉണ്ടായിരുന്നെങ്കിൽ, ആ വീട്ടുകാരെ ഇന്നലെ തന്നെ ആശുപത്രി കടത്തുകയോ പരാതി കൊടുക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. ഇതൊരു നിസ്സാര സംഭവം എന്ന നിലയിൽ അവരത് ഉപേക്ഷിക്കുക ചെയ്ത് അവിടെ ആ വീട്ടിൽ വെച്ച് കുട്ടിയോടൊക്കെ ഇവർ വളരെ തെറി ഭാഷയിൽ സംസാരിക്കുകയും അവരുടെ പ്രവർത്തകന്മാർ വീട്ടുകാരോട് തട്ടിക്കാരൊക്കെ ചെയ്ത് അവിടെ വെച്ച് അത് അവസാനിച്ചു എന്നുള്ള മട്ടിലാണ്. പക്ഷെ ഇത് ഈ രീതിയിലുള്ള ഒരു ഗൂഢാലോചനയാണെന്ന് ആ പാവം വീട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോ ജനങ്ങൾ എല്ലാവരും മനസ്സിലായി. ജനങ്ങളുടെ മുമ്പിൽ അവർ പരിഹാസ്യരായിരിക്കുകയാണ്. തീർച്ചയായും ശ്രീ എളമരം കരീം, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീമതി P. സതീദേവി കൂടി ചേരുകയാണ്. ശ്രീമതി സതീദേവി, അതായത് തച്ചോളിയിലാണ് സംഭവം. തീർച്ചയായും അതായത് അതിനു മുമ്പ് താങ്കൾക്ക്, എളമരം കരീമിനും ഒപ്പം പ്രേക്ഷകർക്കും ഒപ്പം സതീദേവിക്കും ഒക്കെ കേൾക്കാൻ പാകത്തിൽ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പുറത്തുവിടുന്നത്. നീതു മൊബൈൽ ഫോണിൽ പകർത്തിയ രമയുടെ അസഭ്യ പ്രയോഗത്തിന്റെ ദൃശ്യങ്ങൾ വിശദമായി പീപ്പിൾ TV ഇതാ പുറത്തുവിടുന്നു. നാട്ടിൽ വന്ന് ബോഡി വെച്ചെന്നാ പറഞ്ഞ ഒറ്റ നായ്ക്കളും ഒറ്റ CPMകാരും ഇങ്ങോട്ട് കയറുന്നു അറിയില്ലേ? ആരും പറഞ്ഞില്ലേ? നിങ്ങൾ ആരും പറഞ്ഞില്ല. സൂക്ഷിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായും ആ ദൃശ്യങ്ങൾ പറയുന്ന വാക്കുകൾ പ്രേക്ഷകർക്ക് പെറുക്കിയെടുക്കാൻ പാകത്തിൽ ഞങ്ങൾ പ്രിന്റ് ചെയ്തിട്ടുമുണ്ട്. തീർച്ചയായും രമയെ കാണാൻ കഴിയുന്ന മറ്റൊരു ദൃശ്യം കൂടി ഇതാ ഞങ്ങൾ പുറത്തുവിടുന്നു. മൊബൈൽ ഫോണിൽ നീതു പകർത്തിയ ബഹളത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്നും രമയുടെ അസഭ്യം വിളിയുടെ ഭാഗം പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി ഞങ്ങളിതാ ആവർത്തിക്കുന്നു. നാട്ടിൽ വന്ന് ബോഡി വെച്ചെന്നാ പറഞ്ഞ ഒറ്റ നായ്ക്കളും ഒറ്റ CPMകാരും ഇങ്ങോട്ട് കയറുന്നു അറിയില്ലേ? ആരും പറഞ്ഞില്ലേ? നിങ്ങൾ ആരും പറഞ്ഞില്ല. സൂക്ഷിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരിക്കൽ കൂടി KK രമയെ വ്യക്തമായി ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒരിക്കൽ കൂടി ഇതാ പ്രേക്ഷകർക്ക് നീതു മൊബൈൽ ഫോണിൽ പകർത്തിയ രമയുടെ അസഭ്യ പ്രയോഗത്തിന്റെ ദൃശ്യങ്ങൾ. നാട്ടിൽ വന്ന് ബോഡി വെച്ചെന്നാ പറഞ്ഞ ഒറ്റ നായ്ക്കളും ഒറ്റ CPMകാരും ഇങ്ങോട്ട് കയറുന്നു അറിയില്ലേ? ആരും പറഞ്ഞില്ലേ? നിങ്ങൾ ആരും പറഞ്ഞില്ല. സൂക്ഷിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല.
മകളുടെ പ്രായമുള്ള തന്നെ നോക്കി KK രമ നായിൻ്റെ മോളെ എന്ന് വിളിച്ചു എന്ന് അസഭ്യം പോലും നീതു പറയുന്നു. മൊബൈൽ ഫോണിൽ നീതു പകർത്തിയ ബഹളത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്നും രമയുടെ അസഭ്യം വിളിയുടെ ഭാഗം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി ഞങ്ങളിത് ആവർത്തിക്കുന്നു. വ്യക്തമാണ്, ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്നു. തീർച്ചയായും ശ്രീമതി സതീദേവിയിലേക്ക്. ശ്രീമതി സതീദേവി, തച്ചോളിയിൽ, അതായത് ചരിത്രത്തിൽ കുടിപ്പകയുടെ നാളുകളുള്ള ആ തച്ചോളിയിൽ ഒരു പക്ഷേ അവിടെയൊക്കെ ആ കുടിപ്പകകളിൽ ഒരു സത്യസന്ധതയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നുണക്കഥയ്ക്ക് ഒരു സത്യസന്ധതയുമില്ലെന്ന് ദൃശ്യങ്ങൾ സംസാരിക്കുന്നു. ശ്രീമതി സതീദേവി. ശ്രീമതി സതീദേവി, ശ്രീമതി സതീദേവി കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കുന്ന സന്ദർഭത്തിലാണ് ചാനലുകളിലൂടെ സ്ഥാനാർത്ഥിയെ, വടകരയിലെ സ്ഥാനാർത്ഥിയെ കേൾക്കാം, പറഞ്ഞോളൂ ശ്രീമതി സതീദേവി. സ്ഥാനാർത്ഥിയെ ആക്രമിച്ചു എന്ന രീതിയിലുള്ള ഒരു വാർത്ത എല്ലാ ചാനലുകളും പ്രചരിപ്പിച്ചിട്ടുള്ളത്. ആ വടകരയിൽ കഴിഞ്ഞ എത്രയും ദിവസമായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും വളരെ സമാധാനപരമായിട്ടുള്ള രൂപത്തിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ശ്രീമതി രമയും വീടുകൾ കയറിക്കൊണ്ടും അല്ലാതെ പൊതു പ്രചരണമൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിക്കാൻ ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ വളരെ ബോധപൂർവമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി എന്നുള്ള പ്രചരണം. അത് ആ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി എന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. ആക്രമണം നടത്തി, തനിക്കെതിരായിട്ട് കയ്യേറ്റമുണ്ടായി എന്നുള്ള രൂപത്തിലാണ് വാർത്ത വന്നിട്ടുള്ളത്. സംഭവം സംബന്ധിച്ച് അന്വേഷിച്ച സമയത്ത് അത്തരത്തിലുള്ള ഒരക്രമവും ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ നീതു എന്ന് പറയുന്ന കുട്ടി സംസാരിക്കുന്നത് കൈരളി ടിവിയിലൂടെ കണ്ട സമയത്താണ് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയും അവരുടെ കൂടെയുള്ള ആളുകളും ചേർന്നുകൊണ്ട് ആ വീട്ടിൽ വെച്ച് ആ പെൺകുട്ടിയെയും അത് അടുത്ത് വെച്ച് ആ പെൺകുട്ടിയെയും വീട്ടുകാരെയും അങ്ങേയറ്റം അസഭ്യമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സംഭവം ഇത്തരത്തിലുള്ള ഒരു വാക്കുതർക്കം അവിടെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ആ വാക്കുതർക്കം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സമാധാനപരമായി അവിടെ പിരിഞ്ഞുപോയി എന്നുള്ളതാണ് അന്നേരം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ അതിനുശേഷം വളരെ ഗൂഢാലോചന നടത്തിയിട്ടാണ്, വളരെ ഉന്നത തലങ്ങളിൽ തന്നെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവരെ ചികിത്സക്ക് വിധേയമാക്കി എന്നുള്ള രൂപത്തിലുള്ള വാർത്ത പ്രചരിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോ നീതു പറയുന്നത് കേട്ടപ്പോ ആ പെൺകുട്ടി നേരെയാണ് അക്രമം നടന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയായിരുന്നു പരാതി കൊടുക്കേണ്ടിയിരുന്നത്. ആ പെൺകുട്ടിയെ വീട്ടിനടുത്ത് വെച്ച് അധിക്ഷേപിക്കുകയും അവളെ കയ്യേറ്റം ചെയ്യാൻ മുതിരുകയും വീട്ടിനടുത്തുള്ള പൂച്ചട്ടി പോലും എടുത്തെറിഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോ ആ കുട്ടി തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവം ബോധപൂർവം അവര് ഇങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബോധപൂർവം അവിടെ പ്രശ്നം ഉണ്ടായി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു സഹതാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുമോ എന്നുള്ള ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, ഒരു മുതിർന്ന ഒരു സ്ത്രീ ഒരു കൊച്ചുകുട്ടിയോട് പറയാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു വാക്കാണ് വായിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് കേൾക്കുമ്പോ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. വീട്ടിൽ കയറി വോട്ട് ചോദിക്കുക എന്നുള്ളത് ഓരോ സ്ഥാനാർത്ഥിയുടെയും അവകാശമാണ്. അത് ചോദിക്കുക, വീട്ടുകാരോട് പറയുക, പോകുക എന്നല്ലാതെ വളരെ അതിക്രമിച്ചുകൊണ്ട് ഈ രൂപത്തിലുള്ള സമീപനം ഈ പ്രദേശത്ത് തന്നെ ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഏതായാലും കൈരളി TV ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് കാണുന്നതിൽ ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ. ഒരു സമാധാന അന്തരീക്ഷത്തിനും ഇവിടെ ഒരു പോറൽ പോലും ഇല്ലാതിരിക്കെ ഇവിടെ എന്തോ ബോധപൂർവം അക്രമമുണ്ട് എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രചരണം അഴിച്ചു വിടാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കാണ് ഇവിടെ നടന്നിട്ടുള്ളത്.
എന്നുള്ളതാണ്. കൊച്ചുകുട്ടി മാത്രം, ഒരു പെൺകുട്ടി മാത്രമുള്ള വീട്ടിൽ കടന്നു ചെന്നുകൊണ്ട് ഈ രൂപത്തിൽ ഉള്ള അതിക്രമം കാട്ടുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് എന്നുള്ളതാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി അടക്കം ഈ രൂപത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇതൊരു വാർത്തയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ബോധപൂർവം ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അതാണ്. നിങ്ങളൊക്കെ അമ്മമാരാണ്. ഒരു പക്ഷേ ഒരു മകളുടെ മാത്രം പ്രായമുള്ള KK രമയെ പോലെ ഒരു മുതിർന്ന സ്ത്രീ മകളുടെ മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി ഇത്തരത്തിലൊരു അസഭ്യ വാക്ക്, ആവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അസഭ്യ വാക്ക് പറയുന്നു. തീർച്ചയായും KK രമയെ ദൃശ്യങ്ങളിൽ കാണാം. ആ ദൃശ്യങ്ങളിൽ KK രമ ആക്രോശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പോകുന്നത്. മർദ്ദനത്തിന് വിധേയമാകുന്ന കാര്യമല്ല, മറിച്ച് മർദ്ദിക്കുന്നവന്റെ ആക്രോശത്തോടെയാണ് തീർച്ചയായും രമ പോകുന്നത്. അത് റൗണ്ടിട്ട് ചിത്രമായി ഞങ്ങൾ കാണിക്കുന്നുമുണ്ട്. തീർച്ചയായും ശ്രീമതി സതീദേവി, അത്തരത്തിലുണ്ട് എങ്കിൽ സ്ത്രീക്ക് നേരെ കൈവച്ചു, ഒരു പെൺകുട്ടി മാത്രം ഒറ്റയ്ക്കുള്ള വീട്ടിൽ ആ പെൺകുട്ടിയുടെ മേലിൽ കൈവച്ചു ഒരു പുരുഷൻ എന്ന കൂടി മാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ കേസ് മറ്റൊരു തലത്തിലേക്ക് കൂടി തിരിയേണ്ടതുണ്ട്. ശ്രീമതി സതീദേവി, അത് തീർച്ചയായിട്ടും ആ പെൺകുട്ടിയും അവരുടെ വീട്ടുകാരും ആലോചിക്കേണ്ട കാര്യമാണത്. ആ പെൺകുട്ടിക്ക് നേരെ അതിക്രമം കാട്ടുകയും വീട്ടിൽ തന്നെ അതിക്രമം കാട്ടുകയും അങ്ങേയറ്റം ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ, അസഭ്യമായിട്ടുള്ള പദപ്രയോഗങ്ങളും നടത്തിയതിനെ സംബന്ധിച്ച് ആ കുട്ടി എന്ത് നിയമ നടപടികൾ സ്വീകരിക്കണം എന്നൊക്കെ തന്നെ ആ കുട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതായാലും വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ് നീതു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. തീർച്ചയായും അവള് ചിലപ്പോ ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം ഇതുവരെ ഒരു പരാതി കൊടുക്കാൻ ആ കുട്ടിയും കുട്ടിയുടെ കുടുംബാംഗങ്ങളും തയ്യാറാവാതിരുന്നത്. ഇത് തികച്ചും കളവായിട്ടുള്ള രൂപത്തിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുകയും ആസ്പത്രിയിൽ പോയിട്ട് കിടക്കുകയും അത് ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ള ഈ നീക്കത്തിനെതിരായിട്ട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ആ കുട്ടിയുടെ വീട്ടുകാരും ഒക്കെ തന്നെ തീരുമാനിക്കേണ്ടതാണ്. ശ്രീമതി സതീദേവി, അതായത് ഈ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ വളരെ നിഷ്പക്ഷമായി ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യമായ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ കാണിക്കുന്നതും പറയുന്നതും. ശ്രീമതി സതീദേവി, ഇതിന്റെ മാനങ്ങൾ വളരെ വലുതാണ്. RMBയുടെ ഒരു പൊതുയോഗത്തിലല്ല ഈ പെൺകുട്ടി പോയി ഇത് പറഞ്ഞത്. തൻ്റെ വീട്ടിൽ വോട്ട് ചോദിക്കാനെത്തിയ രമയോടും സംഘത്തോടും താൻ CPIM-നാണ് വോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് താങ്കൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് വളരെ സമാധാനപരമായി ജനാധിപത്യ മാർഗത്തിൽ പറഞ്ഞു. അതിനൊരു വിലക്കും ഈ നാട്ടിലില്ല. അങ്ങനെ പറഞ്ഞ പെൺകുട്ടി ഒറ്റയ്ക്ക് മാത്രം താമസിക്കുന്ന വീട്ടിൽ ആ പെൺകുട്ടിയുടെ ആ സമയത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ വീട്ടിലെ ചെടിച്ചട്ടി തള്ളിപ്പൊട്ടിച്ച് അക്രമത്തിന് തുടക്കമിടുന്നു. അവളെ അസഭ്യം വിളിക്കുന്നു. ഗുരുതരമാണ്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയമായി കൂടി ഇത് പ്രതിഷേധമർഹിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും ആ കുട്ടി ഒറ്റക്കല്ല വീട്ടിൽ താമസിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ചിലപ്പോ രക്ഷിതാക്കളൊക്കെ പുറത്തുപോയിട്ടുള്ള ഉച്ച സമയത്താണ് ഈ സംഭവം അവിടെ നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ പെൺകുട്ടി ഈ കാര്യങ്ങൾ പിന്നീട് രക്ഷിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടുന്നത് ആ കുട്ടിയും രക്ഷിതാക്കളുമാണ്. ഇന്നലെ ആ സ്ഥലത്ത് ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഞങ്ങളൊക്കെ അന്വേഷിച്ചത് അവിടെ ആ രൂപത്തിൽ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് അക്രമം നടന്നു എന്നുള്ള വാർത്ത കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത്തരത്തിൽ അക്രമം അങ്ങോട്ട് നടന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ വീട്ടിൽ അക്രമം നടത്താൻ തയ്യാറായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത് തീർച്ചയായിട്ടും ആ നിയമ നടപടികൾ സ്വീകരിക്കാൻ, മാത്രമല്ല ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ വന്നിട്ടുള്ള ഒരു പുരുഷൻ ആ കുട്ടിയുടെ ദേഹത്ത് കൈവച്ച് തള്ളിയിടാൻ നോക്കി എന്നും ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അസഭ്യ പ്രയോഗം നടത്തുകയും തള്ളിയിടാൻ നോക്കുകയും ചെടിച്ചട്ടി തട്ടി താഴെയിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് അവര് ആ രൂപത്തിലുള്ള ഒരു അവസ്ഥ ആ വീട്ടിൽ ഉണ്ടാക്കിയതിനെ സംബന്ധിച്ച് അവര് ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ്. ഒരു കാര്യം കൂടി ശ്രീമതി സതീദേവി, ഇത്രയേറെ ദൃശ്യങ്ങൾ കൂടിയുള്ള സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയാണ്. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടി ഒരു പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിൽ അസഭ്യവർഷം നടത്തി എന്നതിന്റെ സംഭവത്തിന്റെ വസ്തുത പോലും അറിയുന്നതിന് മുമ്പ് അത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുന്നു. പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനം KK രമയുടെ അക്രമത്തിനായി വീണ്ടും നീട്ടുന്നു, അക്രമ വിവരത്തിനായി വീണ്ടും നീട്ടുന്നു. അത് പ്രചരിപ്പിക്കാൻ അങ്ങനെ കൂടി കാണണമോ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം സംബന്ധിക്കുന്നല്ലേ?
യഥാർത്ഥത്തിൽ ഇന്നലെ ഈ സംഭവം നടന്നതിന്റെ പിന്നെ അല്പം അടുത്തായിട്ടാണ് ഞങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഞങ്ങൾ പ്രചരണമൊക്കെ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി പത്രസമ്മേളനം നടത്തി ഇത്തരത്തിലുള്ള ഒരു വാർത്ത പറയുന്നത്. ഈ സംഭവം നടന്നു എന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് ഉള്ള പ്രവർത്തകരോട് പോലും അദ്ദേഹം അന്വേഷിച്ചോ അറിയില്ല. അങ്ങനെ യഥാർത്ഥ സ്ഥിതികൾ മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു ഉമ്മൻചാണ്ടിയെ പോലുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരാളുടെ പ്രതികരണം വരാൻ. ഇങ്ങനെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു പ്രതികരിച്ചിട്ടുള്ള ഈ രൂപത്തിൽ ഒരു തെറ്റിദ്ധാരണ സംസ്ഥാനത്താകെ ഉണ്ടാക്കാൻ നിലക്കുള്ള ഒരു പ്രസ്താവന നടത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കണം. ഈ പെൺകുട്ടിയെ ഈ രൂപത്തിൽ അധിക്ഷേപിച്ചു എന്നുള്ള കാര്യങ്ങൾ ആ കുട്ടി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള പശ്ചാത്തലത്തിൽ ആ പെൺകുട്ടിയോടും ആ കുടുംബത്തോടും ഉമ്മൻചാണ്ടി മാപ്പ് പറയേണ്ടതായിട്ടുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ആ പെൺകുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് തന്നെ തന്റെ മുതിർന്ന ഒരു മൂത്ത സഹോദരി എന്നുള്ള രൂപത്തിലാണ് ആ പെൺകുട്ടി ഈ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവര് വീട്ടിൽ പിന്നെ കയറി ചെന്ന സമയത്ത് പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കുട്ടിയോട് അസഭ്യം പറയുകയും കൂടെ ചെന്ന ആളുകളെ കൊണ്ട് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ആക്രമണം നടത്താനും വീടിൽ തന്നെ ആക്രമണം നടത്താനും തയ്യാറായിട്ടുള്ള രൂപത്തിലുള്ള പ്രവർത്തനം നടത്തി എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഉതകുന്ന വിധത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ ഉമ്മൻചാണ്ടി ആ പെൺകുട്ടിയോടും കുടുംബത്തോടും മാപ്പ് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായും വ്യക്തമാണ് സതീദേവി പറഞ്ഞത്. മുഖ്യമന്ത്രി മാപ്പ് പറയണം. ഈ വസ്തുതകളൊക്കെ അറിയുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ ഇത്രയേറെ രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയ പ്രചരണത്തിന്, അതും പരസ്യ പ്രചരണം അവസാനിക്കുന്ന നിമിഷത്തിൽ മുഖ്യമന്ത്രി നടത്തിയതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് സതീദേവി പറഞ്ഞത്. മുഖ്യമന്ത്രി മാപ്പ് പറയണം എന്നുകൂടി അവർ പറയുന്നു. ഒരിക്കൽ കൂടി കെ രമയെ ആക്രമിച്ചു എന്ന പ്രചരണം നുണയാണെന്ന് സംഭവം നടന്ന വീട്ടിലെ പെൺകുട്ടിയായ നീതു പറയുന്നു. വോട്ട് ചോദിച്ചെത്തിയ രമയോട് വോട്ട് ചെയ്യില്ലെന്ന് താൻ പറഞ്ഞു. അപ്പോൾ RMB പ്രവർത്തകരാണ് വീട്ടിൽ ആക്രമണം നടത്തിയതെന്നും നീതു പീപ്പിൾ TVയോട് പറഞ്ഞു. രമയെ ആരും ആക്രമിച്ചിട്ടില്ലെന്നും രമയുടെ കൂടെ വന്നയാൾ തന്നെ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നും നീതു പറഞ്ഞു. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ താൻ ഏകയായിരുന്നുവെന്നും നീതു ഇതാ പീപ്പിൾ TVയോട് വെളിപ്പെടുത്തുന്നു. ഇവിടെ സംഭവം ഫസ്റ്റ് തുടക്കം എന്താണെന്ന് വെച്ചാൽ രമചേച്ചി 2 കൂട്ടരും കൂടി വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ചതാണ്. അപ്പോൾ വോട്ട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ വീട്ടിലെല്ലാവരും CPMൻ്റെ ആൾക്കാരാണ്, അതുകൊണ്ട് ഇവിടുന്ന് വോട്ട് കിട്ടൂല. അപ്പോൾ പോലീസ് പറഞ്ഞേ വോട്ട് കിട്ടൂല, ഓക്കെ, ചോദിക്കേണ്ട അവകാശം ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അതും പറഞ്ഞ പോലെ അങ്ങ് പോയി പകുതി എത്തിയ സ്റ്റെപ്പ് കീയുന്ന സൈഡിൽ നിന്ന് തന്നെ എൻ്റെ വീട്ടിലൊരു ചെടിച്ചട്ടി എറിഞ്ഞ് പൊട്ടിച്ചതാണ്, അതായത് തള്ളിയിട്ട്. അപ്പോൾ അത് ഞാൻ ചോദിക്കുകയും ചെയ്യുന്നു. അതാണ് മെയിനായിട്ട് ഇവിടെ പ്രശ്നം വന്നത്. ആ ചെടിച്ചട്ടി പൊട്ടിച്ച സമയത്ത് ഞാൻ ചോദിക്കാൻ വന്നത് അവളെടുത്ത്. അപ്പോൾ ഒരു വളരെ മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. പിന്നെ എന്ന് വെച്ചാൽ അതാണ് ഇവിടെ മെയിനായിട്ട് ഈ പ്രശ്നം വരാനുള്ള കാരണം. അതിന് ശേഷം ഞാൻ പിന്നെ വീട്ടിൻ്റെ കുറച്ച് അങ്ങോട്ട് ഒരു ബഹളം കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നതാണ്. അപ്പം അങ്ങോട്ട് ചെന്നപ്പോൾ രമചേച്ചി പിന്നെ അവിടെ വെച്ചാൽ വാക്ക് തിരക്കായപ്പോൾ അവിടുന്ന് ഒരാൾ ഭയങ്കര എന്താ പറയണ്ട മോശമായ രീതിയിൽ എന്നോട് സംസാരിക്കാൻ വന്നേ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെ അപ്പോൾ അതിലൊരാൾ എന്നോട് പറഞ്ഞേ ഞങ്ങൾ മാന്യമായ രീതിയിൽ ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നേന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങളെ നാട്ടിൽ ഞങ്ങൾ ആൾക്കാർ മാന്യമായ രീതിയിൽ വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ വളരെ മോശമായ രീതിയിലാണ് ഓല് സംസാരിച്ച് വിട്ടത്. അപ്പോൾ ഇത് രമചേച്ചി കേട്ട് ഞാനീ പറഞ്ഞത്. രമചേച്ചി പച്ച തോന്നിയത്തിലാണ് എന്നോട് സംസാരിച്ചത്. നായിൻ്റെ മോളെ വാക്കുകൾ സൂക്ഷിച്ചും കണ്ട് സംസാരിക്കണമെന്ന്. പ്രായത്തിൻ്റെ മൂത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ അതിന് രമചേച്ചിക്ക് മറുപടി കൊടുത്തിട്ടില്ല. ഓരോട് ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല. എൻ്റെ അതേ സെയിം ഏജിലുള്ളൊരു കുട്ടിയായിട്ടാണ് ഞാൻ വാക്കുകാർക്ക് ഉണ്ടായത്. പിന്നെ ഓള് ഭീഷണി സ്വരത്തിൽ പല വർത്തമാനങ്ങൾ എന്നോട് പറഞ്ഞു. അതിനിടയ്ക്ക് അവിടെ ഓല കൂടെ വന്ന 2-3 ഏട്ടന്മാരുണ്ട്. അതായത് സച്ചിനും പിന്നെ അതുപോലെ ഷനോജ് പിന്നെ വേറൊരു ഏട്ടനും കൂടിയുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് പേര് ഓർമ്മയില്ല. പോലി മനോജ് എന്നാണ് തോന്നുന്നു പേര്. ഓല് വന്നിട്ട് എന്നോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കും. ഒരു പെൺകുട്ടിയോട് എത്രത്തോളം മോശമായ രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ ആ രീതിയിൽ അവർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കൈകൊണ്ട് എൻ്റെ ദേഹത്ത് ഉന്തിയിടുകയും ചെയ്യിക്കാൻ, അതായത് തള്ളിയിടുകയും ചെയ്തിക്കേ. അപ്പോൾ അതാണ് ഇവിടെ സച്ചിനാണ് എൻ്റെ ദേഹത്തേക്ക് തള്ളിയിട്ടത് തന്നെ. എന്നെ ശരീരത്തെ തൊട്ടത് അയാളാണ്. അങ്ങനെ അതാണ് ഇവിടെ പ്രശ്നത്തിന്. അതിന് ശേഷമാണ് ഇവിടെയുള്ള ആൾക്കാർ ഓലെ മേരിൽ
ചോദ്യം ചെയ്യുക. ഒരു കയ്യേറ്റമൊന്നും നടത്തിയില്ല, വളരെ മാന്യമായ രീതിയിലാണ് സംസാരിച്ചത്. അവിടുന്ന് രമചേച്ചിൻ്റെ ആൾക്കാരാണ് കയ്യേറ്റത്തിന് മുതിർന്നത്. തീർച്ചയായും കെ രമ തന്നെ നായിൻ്റെ മോളെ എന്ന് വിളിക്കുന്ന ദൃശ്യം നീതു മൊബൈലിൽ പകർത്തി. ഈ ദൃശ്യം താൻ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു എന്ന് നീതു പറഞ്ഞു. നീതുവിൻ്റെ വാക്കുകളിലേക്ക്. രമചേച്ചി എന്നെ വിളിച്ച് തോന്നിയാസോ ഞാൻ സമയത്ത് ഈ പ്രശ്നം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൽ. രമചേച്ചി വിളിച്ചത് ഈ വീഡിയോ എൻ്റെ ഫോണിലുണ്ട്, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കിത് തെളിവായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു സ്ഥാനാർത്ഥി ഒരിക്കലും അങ്ങനെ ഒരു ഇത് പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു വോട്ട് ചോദിച്ച് ഒരു പറയുന്നുണ്ട് മാന്യമായ രീതിയിൽ വോട്ട് ചോദിച്ച് വന്നതാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഒരിക്കലും ഒരു എന്താ പറയണ്ടേ, ഓരോ മോളെ പോലെയല്ല ഒന്നുമില്ല, എൻ്റെ ഓരോ മോക്ക് ഏകദേശം എന്നാൽ പിന്നെ എൻ്റെ പ്രായം ഉണ്ടാവുമല്ലോ, ഈ ഒരു ബഹുമാനം ഒരു കാണിക്കണേനു. ഒരു പച്ച തോന്നിയാൽ ഇങ്ങനെ ഒരു വാക്കൊരു പറയാൻ പാടില്ലേനു. നാൻ്റെ മോളെ എന്നൊക്കെ ഒരു കുട്ടീനോട് ഇങ്ങനെ പറയാന്ന് വെച്ചിങ്ങനെ വളരെ ക്രൂരമായൊരു വർത്താനായി പോയി ഒരു പറഞ്ഞത്. തീർച്ചയായും നീതു മൊബൈൽ ഫോണിൽ പകർത്തിയ രമയുടെ അസഭ്യ പ്രയോഗത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TV ഇതാ പുറത്തുവിടുന്നു. ദൃശ്യങ്ങളിലേക്ക്. നാട്ടിൽ വന്ന് വോട്ട് ചോദിച്ചു നിങ്ങളെന്താ പറഞ്ഞ ഒറ്റ നായ്ക്കളും ഒറ്റ CPM-കാരും ഇങ്ങോട്ട് കയറുന്നു അറിയില്ലേ? ആരും പറഞ്ഞില്ലേ, നിങ്ങൾ ആരും പറഞ്ഞില്ല. സൂക്ഷിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായും മൊബൈൽ ഫോണിൽ നീതു പകർത്തിയ ബഹളത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്നും രമയുടെ അസഭ്യം വിളിയുടെ ഭാഗം പ്രത്യേകം പ്രേക്ഷകർക്കായി. നാട്ടിൽ വന്ന് വോട്ട് ചോദിച്ചു നിങ്ങളെന്താ പറഞ്ഞ ഒറ്റ നായ്ക്കളും ഒറ്റ CPM-കാരും ഇങ്ങോട്ട് കയറുന്നു അറിയില്ലേ? ആരും പറഞ്ഞില്ലേ, നിങ്ങൾ ആരും പറഞ്ഞില്ല. സൂക്ഷിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്നലെ ഉച്ചയ്ക്കാണ് മുഖ്യമന്ത്രി ആദ്യം കോട്ടയത്ത് വാർത്താ സമ്മേളനം വിളിച്ചത്. എന്നാൽ ഈ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി ദുരൂഹ സാഹചര്യത്തിൽ നീട്ടി. രമയെ ആക്രമിച്ചു എന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയതോടെ മുഖ്യമന്ത്രി 2:30 വാർത്താ സമ്മേളനം വിളിച്ചു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട രമയുടെ നുണക്കഥയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ പ്രചരണ രംഗത്ത് നടന്ന ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം TP ചന്ദ്രശേഖരൻ്റെ വിധവയെ ശ്രീമതി KK രമയെ മാർക്സിസ്റ്റ് പാർട്ടി ആക്രമിച്ചതാണ്. സ്ത്രീ സുരക്ഷയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ ദിവസം തന്നെ KK രമയെ ആക്രമിച്ച വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താ? എല്ലാം ശരിയാകും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായി. സ്ത്രീ സുരക്ഷ പറയുന്നു, KK രമ എന്ന സ്ഥാനാർത്ഥിയെ ആക്രമിക്കുന്നു. ഇന്നലെ നടത്തിയ ആ സംഭവം ഏറ്റവും നിർഭാഗ്യകരമായ സംഭവമാണ്. ഈ അക്രമത്തിനെതിരെ ഈ പ്രാവശ്യം ഒരു വിധിയെഴുത്തുണ്ടാകും. തീർച്ചയായും ആ ആക്രമണത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് പറയുന്നത്. PV കുട്ടൻ ഞങ്ങളുടെ പ്രതിനിധി ഒരിക്കൽ കൂടി ചേരുകയാണ്. PV കുട്ടൻ, അതായത് പരസ്യപ്രചരണം അവസാനിക്കാൻ പോകുന്ന നിമിഷത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു കഥ പറയുന്നു. അതിനെ സ്ട്രെസ് ചെയ്തുകൊണ്ട് വസ്തുത അറിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി അത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ KK രമയുടെ നുണ മാത്രമല്ല, ദൃശ്യങ്ങൾ പ്രകാരം KK രമ പറഞ്ഞത് പ്രചരിപ്പിച്ചത് നുണക്കഥയാണ്. ആ അർത്ഥത്തിലാണ് നുണ എന്ന് തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രമ പറഞ്ഞത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടേത് അടക്കമുള്ള കാര്യങ്ങളെ പരിശോധിക്കേണ്ടതില്ലേ? ആ ആസൂത്രണങ്ങളെ പരിശോധിക്കേണ്ടതില്ലേ ഈ ഘട്ടത്തിൽ കുട്ടൻ? ജിംഷാദ്, തീർച്ചയായും ഇത് കൃത്യമായ രീതിയിൽ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായി, ഒരു തിരക്കഥയുടെ ഭാഗമായി നടന്ന സംഭവമാണ് എന്ന് ഇതിന്റെ ഓരോ ഡെവലപ്മെന്റ്സും ഓരോ ഘട്ടവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 12 മണിയോടുകൂടി ഒരു നാട്ടിൻപുറത്ത്, വടകരയിലെ ഒരു നാട്ടിൻപുറത്ത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി പ്രവർത്തകരുമായി വീട് കയറാൻ വേണ്ടി പോകുന്നു. കൊട്ടിക്കലാശത്തിന് ഏതാണ്ട് 4-5 മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഒരു സമയമാണ്. സ്വാഭാവികമായും സ്ഥാനാർത്ഥി വീട് കയറാൻ വേണ്ടി പോകുന്നു. അവിടെയുള്ളൊരു കുട്ടി, നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് തരില്ല, ഞങ്ങളുടെ രാഷ്ട്രീയം വേറെയാണ് എന്ന് അവരോട് പറയുന്നു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഈ സ്ഥാനാർത്ഥിയും കൂട്ടുകാരും അവിടെയുള്ള ആ വീട്ടിനകത്തുള്ള ചെടിച്ചട്ടി തട്ടി താഴെയിടുന്നു. പിന്നീട് അതിനെ ചൊല്ലി ആ വീട്ടിലുണ്ടായിരുന്ന കുട്ടി, അതായത് ഡിഗ്രി പഠിച്ച് ഇപ്പോൾ പാസ്സായ ഒരു കുട്ടിയാണ്, ആ പെൺകുട്ടി ഇതിനെ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാകുമ്പോൾ KK രമയെ പോലുള്ള ഒരു മുതിർന്ന സ്ത്രീ, ഒരു അമ്മ, ഈ തൻ്റെ മകളുടെ മാത്രം പ്രായമുള്ള ഈ കുട്ടിയെ നായിൻ്റെ മോളെ എന്ന് വിളിക്കുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും ഇന്നലെയൊന്നും വന്നില്ലെങ്കിലും ഇന്ന് നമ്മൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും നമുക്ക് ആ കൃത്യമായി ഇന്നലെ മുതൽ തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വലിയ വിവാദമായിക്കൊണ്ട് ഇന്ന് മാധ്യമങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമാണ് എന്നൊക്കെ രീതിയിലൊക്കെ അവതരിപ്പിച്ച ഒരു സംഭവം UDF നേതാക്കളും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ
ഈ വിഷയവുമായി ബന്ധപ്പെട്ട രംഗത്ത് വരുന്നു. അത്തരമൊരു ഘട്ടമായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നമുക്ക് സുപരിചിതമാണ്, കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്കെല്ലാം സുപരിചിതമാണ് കെ രമയുടെ ശബ്ദം. നമ്മൾ ഇടയ്ക്കിടെ അവരുടെ വാർത്താ സമ്മേളനങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരാണ്. അതിനകത്ത് രമ തന്നെയാണ് ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ആ ചുരിദാറിട്ട സ്ത്രീ രമ തന്നെയാണ് ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ഈ ചെറിയ കുട്ടിയെ, തൻ്റെ മകൻ്റെയോ മകളുടെയോ മാത്രം പ്രായമുള്ള ഈ കുട്ടിയെ നായൻ്റെ മോളെ എന്ന് വിളിക്കുന്നു. സ്വാഭാവികമായും ഈ കുട്ടിക്ക് നേരെയാണ് കയ്യേറ്റം നടക്കുന്നത്. പക്ഷേ ഈ 12 മണിക്ക് ആ നാട്ടിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ സംഭവം പരിഹരിച്ചു. 2 കൂട്ടരും പിരിഞ്ഞു പോകുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രമ വടകര ആശുപത്രിയിൽ എത്തുന്നത്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 12 മണിക്ക് ഈ സംഭവത്തിൽ വളരെ ഗുരുതരമായി പരിക്കേറ്റിരുന്നെങ്കിൽ, രമയുടെ കൈക്കോ കാലിനോ പരിക്കേറ്റിരുന്നെങ്കിൽ രമ എന്തുകൊണ്ട് ആ സമയത്ത് തന്നെ വടകര നഗരത്തിന് തൊട്ടടുത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഈ സംഭവം നടന്ന സ്ഥലം. അവിടെ നിന്നും ഈ ആശുപത്രിയിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ നല്ല പരിക്കുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ രമയെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതായിരുന്നില്ലേ? മറ്റൊരു ചോദ്യം, ഈ 1:40 എത്തിയ രമ ഡോക്ടർ അവർക്ക് നല്ല പരിക്കുണ്ടെന്ന് ഡോക്ടർ കണ്ടെത്തിയിരുന്നെങ്കിൽ 1-2 മണിയോടുകൂടി അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോകുമായിരുന്നില്ലല്ലോ. അവിടെ തന്നെ അവരെ പ്രവേശിപ്പിക്കുമായിരുന്നു. പക്ഷെ അവർക്ക് വലിയ ഒരു പരിക്കുമില്ലാത്തതിനാൽ, അത്തരമൊരു സംഭവമേ നടക്കാത്തതിനാൽ അവർ അപ്പോൾ തന്നെ അവിടെ നിന്നും ഡോക്ടർ അവരെ പറഞ്ഞു കൊടുത്തു. അവർ പ്രചാരണ രംഗത്തേക്ക് പോകുന്നു. അപ്പോഴാണ് അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിലേക്ക് മാറ്റുന്നു. അതിനൊരു രാഷ്ട്രീയ മാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. മാധ്യമങ്ങളിൽ വാർത്തയാകുന്നു. ആ ഘട്ടത്തിലാണ് വീണ്ടും 3:30 രമ ആശുപത്രിയിലേക്ക് എത്തുന്നതും അവിടെ അഡ്മിറ്റ് ആകുന്നതും. അത് വലിയ പരിക്കുണ്ടെങ്കിൽ ഇന്നടക്കം അവർ ആശുപത്രിയിൽ വേണ്ടതാണ്. 3:30 അഡ്മിറ്റ് ആവുകയും അതിനുശേഷം UDF നേതാക്കളുടെ എല്ലാം വാർത്താ സമ്മേളനങ്ങളും പ്രതികരണങ്ങളും സന്ദർശനങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം 6 മണിയാകുമ്പോൾ രമയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പോയി എന്നാണ് നമുക്ക് ആശുപത്രി വൃത്തങ്ങൾക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ സ്വാഭാവികമായും എവിടെയാണ് പരിക്ക്, എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇത് കൃത്യമായി പരിശോധിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും ഇത് കൃത്യമായ ഒരു നാടകമായിരുന്നു എന്നുള്ളത്. ഒരുപക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അത്തരം ഈ വിഷയം പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ചുള്ള അജ്ഞത മൂലമായിരിക്കും. പക്ഷേ ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ വലിയ വിവാദമായേക്കാവുന്ന, വലിയ സംഘർഷത്തിലടക്കം കലാശിക്കേണ്ട രീതിയിലേക്ക് മാറുമായിരുന്ന ഒരു വിഷയത്തെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ യാതൊരു അറിവുമില്ലാതെ, യാതൊരു അന്വേഷണവുമില്ലാതെ ആ വിഷയത്തെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് വലിയ ആശ്ചര്യമായി തോന്നുന്നത്. അതിനകത്ത് അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയം ആരോപിക്കാൻ വേറൊരു കാരണമുണ്ട്. തൊട്ട് മുമ്പാണ്, 3, 4, 5 മാസങ്ങൾക്ക് മുമ്പാണ് പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ ഘട്ടത്തിൽ വടകര മേഖലയിൽ ഒഞ്ചിയത്തും ഏറാമലയിലും ചോറോട്ടും അഴിയൂരിലുമെല്ലാം കൃത്യമായ രീതിയിൽ UDF RMP സഖ്യമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തന്നെ തെളിവ് സഹിതം വാർത്തകൾ കൊണ്ടുവന്നിരുന്നു. RMPയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കാത്ത സ്ഥലത്ത് UDFന്റെ സ്ഥാനാർത്ഥികളാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെന്നും അവർക്ക് വോട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് RMPയും അതുപോലെ തന്നെ RMPക്ക് വോട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDFും ഇറക്കിയ ലഘുലേഖ അടക്കം പീപ്പിൾ TV തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് ഈ 2 പാർട്ടികൾക്കും കിട്ടിയ വോട്ടുകൾ നമുക്കറിയാവുന്നതാണ്. ഒഞ്ചിയം പഞ്ചായത്തിൽ UDFന്റെ പിന്തുണയോടുകൂടി ഇപ്പോൾ RMP ഭരിക്കുന്നു. ചോറോട് പഞ്ചായത്തിൽ RMPയുടെ പിന്തുണയോടുകൂടി UDFും ഭരിക്കുന്നു. അപ്പോൾ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ UDFും RMPയും തമ്മിലുണ്ട്. ഈ കഥയും രമയുടെ ഈ ആക്രമണ കഥയും ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഗൂഢാലോചനയാണെന്ന് മാത്രമാണ് നമുക്ക് വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും PV കുട്ടൻ കൗമാരപ്രായക്കാരിയായ ഒരു പെൺകുട്ടിയെ ആക്രമിച്ചിട്ട് തിരിച്ചു പറയുന്ന കഥ നുണക്കഥയാണെന്ന് തെളിയുന്നു ദൃശ്യങ്ങൾ സഹിതം. ഇതിന്റെ വസ്തുത പരിശോധിക്കാതെ മുഖ്യമന്ത്രി പരസ്യപ്രചരണം തീരുന്ന ഘട്ടത്തിൽ രമയെ ആക്രമിച്ചു എന്ന തരത്തിലേക്ക് പറയുന്നതും രാഷ്ട്രീയമായ ഒട്ടേറെ നിഗൂഢതകൾ ഉണർത്തുന്നത് തന്നെയാണ്. രമ ആ പെൺകുട്ടിയെ, നീതു എന്ന പെൺകുട്ടിയെ RMPക്കാർ അങ്ങോട്ട് ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പീപ്പിൾ TVക്ക് ലഭിച്ചതും പുറത്തുവിട്ടതും. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് PV കുട്ടൻ നൽകിയത്. സംഘ് പരിവാറിന്റെ ചിത്രത്തട്ടിപ്പ് വീണ്ടും. അഭിപ്രായ സർവേയിൽ കേരളത്തിൽ NDA 22 വരെ സീറ്റ് നേടുമെന്ന് വ്യാജമായി ഫോട്ടോഷോപ്പിൽ സൃഷ്ടിച്ചത് ഇപ്പോൾ ഇല്ലാത്ത CNN IBന്റെ ചാനലിന്റെ പേരിലുള്ള സ്ക്രീൻഷോട്ട്. കേരളത്തെ സോമാലിയോട് ഉപമിക്കാൻ പ്രധാനമന്ത്രിയും BJP അധ്യക്ഷൻ അമിത്ഷായും ഉപയോഗിച്ചതാകട്ടെ ശ്രീലങ്കയിൽ നിന്നുള്ള പോഷകാഹാരക്കുറവിന്റെ ചിത്രവും. ചെന്നൈ പ്രളയമുണ്ടായപ്പോൾ നരേന്ദ്രമോദി ആകാശ നിരീക്ഷണം നടത്തുന്നതിന്റെ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് പിറകെ സംഘപരിവാറിന്റെ ചിത്രത്തട്ടിപ്പ് വീണ്ടും പുറത്തുവരുന്നു. കേരളത്തിൽ NDA 22 സീറ്റ് വരെ നേടുമെന്ന അഭിപ്രായ സർവേയുടെ ഫലങ്ങൾ പുറത്തുവന്നത് നിലവിൽ ഇല്ലാത്ത CNN IBN ചാനലിന്റെ പേരിൽ. ഇതിനോടകം News 18 എന്ന് പേരുമാറ്റിയ CNN IBN ചാനലിന്റെ സ്ക്രീൻഷോട്ടിലാണ് സംഘപരിവാറിന്റെ വ്യാജ പ്രചരണം.
ചാനലിന്റെ പേര് മാറ്റിയത് ഫോട്ടോഷോപ്പ് വിരുദ്ധന്മാരുടെ ശ്രദ്ധയിൽ പെട്ടില്ലെന്ന് സാരം. UDF-ന് 60 മുതൽ 68 സീറ്റും LDF-ന് 50 മുതൽ 58 സീറ്റുമാണ് വ്യാജ സർവേയിലെ പ്രവചനം. ഇനിയും തീർന്നിട്ടില്ല സംഘപരിവാറിന്റെ ചിത്രത്തട്ടിപ്പിന്റെ കഥ. കേരളത്തെ സൊമാലിയോട് ഉപമിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയ ചിത്രത്തിന് കേരളവുമായി യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിലെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി BJPയെ വിമർശിക്കാൻ കോൺഗ്രസ് ഉപയോഗിച്ചതും ഇതേ ചിത്രം തന്നെ. 2013 ജൂലൈ 29 പുറത്തിറങ്ങിയ ഔട്ട്ലുക്കിന്റെ മുഖചിത്രത്തെക്കുറിച്ച് പറഞ്ഞാണ് മോദി അട്ടപ്പാടിയെ സൊമാലിയോട് ഉപമിച്ചത്. വിവാദമായപ്പോൾ ഈ കവർ ചിത്രം ഉയർത്തിക്കാട്ടി വാർത്താസമ്മേളനത്തിൽ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ഇതുതന്നെ പറഞ്ഞു. എന്നാൽ ശ്രീലങ്കയിൽ വംശീയ കലാപം ശക്തമായ കാലത്ത് അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് US കോൺഗ്രസിന് സമർപ്പിച്ച ചിത്രങ്ങളിലൊന്നാണിത്. BBC-യുടെ ഫോട്ടോ ഗാലറിയിൽ ഈ ചിത്രമുണ്ട്. 2009 മെയ് 7-നാണ് ഇന്നത്തെ ചിത്രങ്ങൾ എന്ന തലവാചകത്തിൽ ഈ ചിത്രം പ്രസിദ്ധീകരിച്ചത്. ശ്രീലങ്കയിലെ മുള്ളിവായ്ക്കലിലെ താൽക്കാലിക ആശുപത്രിയിൽ പോഷകാഹാരം കിട്ടാതെ ശോഷിച്ചുണങ്ങിയ കുട്ടിയെയും കൊണ്ട് കാത്തിരിക്കുന്ന ശ്രീലങ്കൻ വനിതയുടെ ചിത്രമാണെന്ന് അടിക്കുറിപ്പ് വിശദമാക്കുന്നു. 2012 ഗുജറാത്തിൽ ജോയിൻ ഹാൻഡ്സ് ഫോർ ചേഞ്ച് എന്ന പ്രചരണത്തിൽ കോൺഗ്രസ് പ്രധാനമായി ഉപയോഗിച്ചതും ഈ ചിത്രം തന്നെയായിരുന്നു. ഗുജറാത്തിലെ 45% കുട്ടികൾക്കും പോഷകാഹാരം കിട്ടുന്നില്ല എന്ന് ആരോപിക്കാനായാണ് കോൺഗ്രസ് പത്രപരസ്യങ്ങളിൽ ഈ ചിത്രം ഉപയോഗിച്ചത്. ന്യൂസ് ഡെസ്ക്.